റൊമാനിയ യൂറോപ്യൻ യൂണിയനിൽ, അതും പ്രധാനമായി നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം. ഈ റൊമാനിയ യുക്രൈന് പലതരത്തിൽ സഹായം ചെയ്തിട്ടുണ്ട്. കാരണം പോളണ്ട് പോലെ തന്നെ യുക്രൈന്റെ കരിങ്കടൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇത്രത്തോളം പ്രധാനപ്പെട്ട റൊമാനിയ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടു. ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം ഇത് ഇന്നുവരെയും ഇസ്രായേൽ ഒഴികെ മറ്റേതു രാജ്യവും ഉപയോഗിക്കുന്നില്ല. അത്തരം സാഹചര്യത്തിൽ 2 ബില്യൺ യൂറോ മതിപ്പിൽ ഞങ്ങൾ ഈ അയൺ ഡോം വാങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു അറിയിപ്പ് അവർ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടു. ഇത് സത്യത്തിൽ വളരെ വഴിത്തിരിവുള്ളൊരു കാര്യം തന്നെയാണ്. റൊമാനിയ എന്തുകൊണ്ട് ഈ അയൺ ഡോം സിസ്റ്റംസ് വാങ്ങണം? കാരണം മറ്റ് രാജ്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇസ്രായേൽ നൽകാൻ താല്പര്യം കാണിച്ചില്ല. ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലാതെ എന്തുകൊണ്ട് റൊമാനിയ ഈ ഒരു സിസ്റ്റംസ് വാങ്ങണം എന്നുള്ള വാർത്തകൾ പുറത്തുവിടുന്നു. ഇതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഉക്രൈനും ഈ ഒരു ഡീലിനും ഒരു വലിയ ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാൻ പോകുന്നത്. റൊമാനിയ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ കരിങ്കടൽ മേഖലയിൽ 250 കിലോമീറ്റർ അതിർത്തിയുള്ള ഒരു രാജ്യം. ഒരു രാജ്യത്തിനൊരു കടൽ പ്രദേശമുണ്ട്. അവർക്ക് പ്രത്യേകം ഒരു നാവികസേനയൊക്കെ ഉണ്ടെങ്കിൽ ചില രാജ്യങ്ങൾ ഒരുപാട് ആധിപത്യം പുലർത്തുന്ന ഒരു രീതിയിലായിരിക്കും പോവുക. പക്ഷേ റൊമാനിയ എന്ന രാജ്യം നാറ്റോയിലാണെങ്കിൽ പോലും ഈസ്റ്റേൺ ഫ്ലാങ്കിൽ പ്രധാനപ്പെട്ട ഒരു അംഗമായ രാജ്യം. എന്നിട്ട് പോലും അവർക്ക് വലിയ രീതിയിലുള്ള നാവികസേനയൊന്നുമില്ല. കാരണം അവർ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രദേശം എന്നത് വളരെ വളരെ പരിമിതമാണ്. ഈ കരിങ്കടൽ പ്രദേശത്ത് റഷ്യയ്ക്കുള്ള ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഉക്രൈനുള്ള ഇൻഫ്ലുവൻസ്, ഇനി തുർക്കിക്കുള്ള ഇൻഫ്ലുവൻസ് അങ്ങനെ ഒന്നും റൊമാനിയയ്ക്ക് ഇവിടെ ഇല്ല. എന്നിരുന്നാലും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത്, അതും ലാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ മോൾഡോവയ്ക്ക് അടുത്തുള്ള ഈ ഭാഗത്ത് ഉക്രൈൻ ഉണ്ട്. മോൾഡോവയിൽ ട്രാൻസിസ്ട്രിയ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ റഷ്യയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരുപാട് പേർ ആ പ്രദേശത്തെ മാത്രം പ്രത്യേകം വേർതിരിച്ച് നൽകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഉക്രൈനിൽ ഡോൺബോസ് എന്ന ഒരു പ്രശ്നം വന്ന് ഇത്രത്തോളം അത് വലിയൊരു പ്രശ്നമായി മാറിയത്, അതുപോലെ ആ ഒരു ഏരിയയെ മാത്രം പ്രത്യേകം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റേൺ ഫ്രണ്ടിൽ അടുത്ത ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമല്ല എന്നുണ്ടെങ്കിൽ നാറ്റോയുടെ ഒരു ഷീൽഡ് കൺട്രി, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ റൊമാനിയയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്നത് 2022 വരെയും ഒരു രീതിയിലായിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ ഇൻവേഷൻ ആരംഭിച്ചതിന് ശേഷം ഈ ഡിഫൻസ് ബഡ്ജറ്റ് 40% അധികമായിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഈ ഒരു ഡീൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ട്രംപ് ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എത്രയും വേഗം ഒരു വലിയ സംഖ്യ പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈൽസ് ഞങ്ങൾ ഉക്രൈന് നൽകാൻ പോകുന്നു. ഇങ്ങനെ നൽകുന്നത് റഷ്യയുടെ വാർ മെഷീനെ ഒരല്പം സ്റ്റോപ്പ് ചെയ്യും, ഉക്രൈൻ്റെ സിറ്റീസിനെ സേഫ് ചെയ്യും. ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ ബിസിനസ്സായി തന്നെ മാറും. ഉക്രൈന് അവർക്ക് ആവശ്യമായ ഡിറ്ററൻസും ഡിഫൻസും നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഉക്രൈന് കൂടുതൽ പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈൽസ് വരാൻ പോകുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചൊരു വാർത്തയായി മാറി. അപ്പോൾ പിന്നെ ഇവിടെ അയൺ ഡോം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? ഉക്രൈൻ ടോപ്പിക് നമുക്കിവിടെ എടുക്കണ്ട. ഉക്രൈൻ, പാട്രിയോട്ട് ഇതൊക്കെ ഒരു പ്രത്യേക പ്രശ്നമാണ്. അയൺ ഡോം എന്തുകൊണ്ട് റൊമാനിയയ്ക്ക് പ്രധാനപ്പെട്ടതായി മാറി? റൊമാനിയയ്ക്കും ഉക്രൈനും ഇടയിൽ ഇത് ഏത് തരത്തിലുള്ളൊരു കണക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുക? ഈ അയൺ ഡോമിനെ കുറിച്ച് വലിയ രീതിയിൽ നമുക്ക് സംസാരിക്കണമൊന്നും തന്നെ ഇല്ല. കാരണം ഗാസ പ്രശ്നം ആരംഭിച്ച അന്ന് മുതൽ തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ നഗരങ്ങളെ കവചമായി സംരക്ഷിക്കുന്നത് ഈ അയൺ ഡോം മാത്രമാണ്. 2004, 2005 ആ ഒരു സമയത്ത് ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ സംഘർഷങ്ങൾ അധികമായിക്കൊണ്ടിരുന്നപ്പോൾ 4000 മിസൈൽസ് വെറും 60 മണിക്കൂറിൽ ഇസ്രായേലിന്റെ പൊസിഷൻസിനെ നോക്കി ഹിസ്ബുള്ള ഫയർ ചെയ്തിരുന്നു. ഖദീഷ റേഞ്ച് റോക്കറ്റ്സ്, ഇത് വളരെ ഷോർട്ട് റേഞ്ച് റോക്കറ്റ്സ് ആണ്. എന്നാൽ അയൺ ഡോമിന്റെ പ്രോജക്റ്റ് 2001 തുടങ്ങിയെങ്കിലും 2011 ആദ്യത്തെ അയൺ ഡോം ഇസ്രായേൽ വിന്യസിപ്പിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി ഇതിന്റെ റേഞ്ച് ഷോർട്ട് റേഞ്ച് ആണ്. 35 മുതൽ 50 കിലോമീറ്റർ മാക്സിമം റേഞ്ച് ഉള്ള ഒരു യൂണിറ്റ് ആണ്. എന്നാൽ ഇതിന്റെ റേഞ്ച് എന്നത് ഇതിനൊരു വലിയ പ്രശ്നമല്ല. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം തന്നെ അകത്തേക്ക് വരുന്ന മോട്ടോർ ഷെൽസിനെയും ആർട്ടിലറി ഷെൽസിനെയും ചെറിയ ചെറിയ റോക്കറ്റ്സ്, ചെറിയ മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ് ഇവയെല്ലാം ഡിഫൻഡ് ചെയ്യുക എന്നതാണ്. ഈ നെറ്റ്വർക്ക് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ സ്പൈഡർ വെബ് പോലെ അതിൻ്റെ റഡാർ ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പായി ഒരു ഡിഫൻസ് ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ഇരുമ്പ് കവചം ക്രിയേറ്റ് ചെയ്തതുപോലെ ഇതിനിടയിൽ വരുന്ന അത്രയും ഏരിയൽ ത്രെഡ്സ്, ഡ്രോൺസ് മുതൽ മോട്ടോർ ഷെൽസ് ഇങ്ങനെ എല്ലാം അയൺ ഡോം ഇന്റർസെപ്റ്റ് ചെയ്യും. ഈ അയൺ ഡോമിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് വരെയും ഇതിന്റെ എഫിഷ്യൻസി 95% ഉണ്ടായിരുന്നു. എന്നാൽ ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്, ഇസ്രായേലിനുള്ളിലേക്ക് കടന്ന് ഹമാസ് ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്, അപ്പോൾ ഈ അയൺ ഡോമിന്റെ എഫിഷ്യൻസി കുറഞ്ഞു. കാരണം സാച്ചുറേറ്റഡ് അറ്റാക്ക് ആയിരുന്നു. കുറഞ്ഞ എണ്ണത്തിൽ അകത്തേക്ക് മിസൈൽസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റർ മിസൈൽസിന് ടാലിയാകുന്ന രീതിയിൽ അകത്ത് ടാർഗറ്റ്സ് വരുമ്പോൾ അതിന്
ഇസ്രായേലിന് ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വെറും 30 ഇന്റർസെപ്റ്റർ മിസൈൽസ് അല്ലെങ്കിൽ 50 ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉള്ള ഒരു യൂണിറ്റിനെ നോക്കി 100 മിസൈൽസ് അല്ലെങ്കിൽ 150 റോക്കറ്റ്സ് 200 റോക്കറ്റ്സ് ഒക്കെ ഒറ്റ സമയത്ത് അകത്തേക്ക് വരുമ്പോൾ ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റവും അവിടെ കൊളാപ്സ് ആകും. അതുതന്നെയാണ് അയൺ ഡോമിനും സംഭവിച്ചത്. എന്നാൽ ഇന്നുവരെയും ഇസ്രായേൽ സിറ്റീസിനെ ഷീൽഡ് ചെയ്യുന്നതിൽ ഈ അയൺ ഡോമിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ ഉപയോഗിച്ചിട്ടുള്ള തമിഴ് ഇന്റർസെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അയൺ ഡോം ഇസ്രായേലിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അത്രത്തോളം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നത് ഇസ്രായേൽ ഒഴികെ മറ്റേത് രാജ്യത്തിന്റെ പക്കലും ഇല്ല. ഇതിന്റെ എക്സ്പോർട്ട് ഓർഡേഴ്സിന് വേണ്ടി ഒരുപാട് സമയങ്ങളിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ഇന്നുവരെയും ആർക്കും ഈ ഒരു ടെക്നോളജി നൽകാൻ തയ്യാറായിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ആ ഒരു ഇൻവേഷൻ ആരംഭിച്ചതിന് ശേഷം 2022 സെലൻസ്കി നേരിട്ട് തന്നെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. സെലൻസ്കിക്കും ഇസ്രായേലിനും ഇടയിൽ ആ സമയം നിരവധി കണക്ഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് തന്നെ ചോദിച്ചു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററോട്, ഞങ്ങളുടെ നഗരം സംരക്ഷിക്കാനായി, ഇവിടെയുള്ള ജൂത സമൂഹത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനായി അയൺ ഡോം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഉടൻ തന്നെ നിങ്ങളിത് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ റഷ്യയുടെ മിസൈൽസിൽ നിന്നും റഷ്യയുടെ ഡ്രോൺസിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെയും ഞങ്ങളുടെ നഗരത്തെയും ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നവർ തുറന്നൊരു റിക്വസ്റ്റ് കൊടുത്തു. എന്നാൽ ഇസ്രായേൽ അത് റിജക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഒരു പക്ഷേ ഈ ഒരു യുദ്ധം വലിയ രീതിയിൽ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില യൂണിറ്റ്സ് ഉക്രൈനിൽ നിന്നും റഷ്യ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നേരിട്ട് റഷ്യയുടെ പക്കൽ നിന്നും അത് ഇറാനിലേക്ക് പോകും. ഇറാൻ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഷീൽഡ് വളരെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്തതുപോലെയാകും. അതുകൊണ്ട് 2022 തന്നെ സെലൻസ്കി നൽകിയ റിക്വസ്റ്റ് ഇസ്രായേൽ റിജക്റ്റ് ചെയ്തു. ആ ഒരു യുദ്ധം വലുതായി പോകുമെന്ന് അന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് പോലും ഇസ്രായേൽ നൽകുന്നില്ല. പിന്നെ റൊമാനിയയ്ക്ക് നൽകേണ്ട ആവശ്യം എന്താണ്? റൊമാനിയയ്ക്ക് എന്തിനാണ് ഈ ഒരു ഷീൽഡ് ആവശ്യമായി വരുന്നത്? പ്രായോഗികമായി പറഞ്ഞാൽ റൊമാനിയയ്ക്ക് ഇതിനകം പാട്രിയോട്ട് മിസൈൽസ് ഉണ്ട്. 2 യൂണിറ്റ്സ് അവർ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അയൺ ഡോം മിസൈൽ, അയൺ ഡോം ഷീൽഡ് എന്നത് റൊമാനിയയ്ക്ക് ആവശ്യമേ ഇല്ലാത്ത ഒന്നാണ്. ഡോളർ മതിപ്പിൽ നോക്കിയാൽ ഇതിന്റെ വാല്യൂ വീണ്ടും കൂടാൻ തുടങ്ങും. പിന്നെയും എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യകത? എന്തിന് അയൺ ഡോം വാങ്ങണം എന്ന ചോദ്യത്തിന് മറ്റൊന്നുമല്ല, കുറച്ച് ദിവസം അത് ഉപയോഗിച്ചിട്ട് ഉക്രൈനിലേക്ക് റീറൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുതലാണ്. അതെങ്ങനെ നിനക്കറിയാം? ആരെങ്കിലും നിന്നോട് വന്നിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനു മുൻപ് നടന്ന ചില സംഭവങ്ങൾ നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ തന്നെ മറുപടി പറയുക. ഇത് റൊമാനിയയ്ക്ക് വേണ്ടി മാത്രമാണോ വന്നത്, അല്ലെങ്കിൽ ഉക്രൈന് റീറൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. റൊമാനിയയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് 2022 മുൻപ് വരെയും അവരുടെ ഈ നിയമത്തിൽ പ്രധാനപ്പെട്ട വലിയ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. 2017 വന്ന ഒരു നിയമം പറയുന്നത് മേജർ ആംസ് ഡീൽ എന്നത് മറ്റ് രാജ്യങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ആ ആയുധങ്ങൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. പുറം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ എക്സ്പയർ ആകുന്ന ഒരു കണ്ടീഷനിൽ സർവീസ് ലൈഫ് അവസാനിക്കുന്നതിന് ചില മാസങ്ങൾക്ക് മുൻപ് മാത്രമേ ഈ ആയുധങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഇത് 2017 വന്ന നിയമമാണ്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2022 ഉടൻ തന്നെ അവരുടെ ഈ ഒരു നിയമ ചട്ടക്കൂട് മാറ്റി. നമ്മുടെ സൈനിക ആവശ്യങ്ങൾ ഒഴികെ ബാക്കി റിസർവിലുള്ള വെപ്പൺസ് പാർട്ട്ണർ കൺട്രീസിന് നൽകാം. അതായത് നാറ്റോ കൺട്രീസിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് അല്ലെങ്കിൽ നാറ്റോ കൺട്രീസിന് ആവശ്യം വരികയാണെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ ഒരു രീതിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് നമുക്ക് ഈ വെപ്പൺസ് അയക്കാമെന്നൊരു നിയമം കൊണ്ടുവരുന്നു. എന്നാൽ ഇതിലുള്ള ഒരു പ്രശ്നം, പാട്രിയോട്ട് ഇവരുടെ പക്കൽ വന്നതിന് ശേഷം ഈ പാട്രിയോട്ട് എന്നത് അപ്പോഴാണ് ഫ്രഷായി അവരുടെ രാജ്യത്തിൽ ഇൻ സർവീസിൽ ചേർന്നത്. അത് ഉക്രൈനിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് മാറ്റാൻ വേണ്ടി 2024 ഒരു പ്രധാനപ്പെട്ട നിയമ ഭേദഗതി വീണ്ടും കൊണ്ടുവന്നു. ലോട്ട് 222/2017 എന്നാണിത്. ഈ നിയമ ഭേദഗതി പ്രകാരം നിങ്ങൾ പുതുതായി വാങ്ങുന്ന ഒരു ആയുധം, നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ വാങ്ങുന്ന ആയുധം തൊട്ടടുത്ത നിങ്ങളുടെ അലൈഡ് കൺട്രീസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ലി കൺട്രീസിനോ ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ അംഗീകാരം ഇല്ലാതെ നൽകാം. ഇപ്പം മുൻപൊക്കെ ആണെങ്കിൽ ഒരു ആയുധം അയക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി മെമ്പേഴ്സിൻ്റെ MPസിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ ഈ എമർജൻസി ഷെയറിംഗ് എന്ന കോൺസെപ്റ്റിൽ ഈ നിയമം അവിടെ മാറിയതിനു ശേഷം ഗവൺമെൻറ് സ്വന്തമായി തന്നെ ഒരു തീരുമാനം എടുക്കാം. അവർ അവരുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങി 1 മാസമാകണ്ട, 1 മാസം പോലും വേണ്ട, വെറും 10 ദിവസം പോലും ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ആ പുതിയ എക്യുപ്മെൻറ്റ്സിനെ മറ്റ് രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സമാനമായ പാട്രിയോട്ടും കൊടുത്തിരുന്നു. 2024 ഉക്രൈനെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിയമം മാറ്റിയതിനു ശേഷം അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവരുടെ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ ഈ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊരു മിസൈൽ സിസ്റ്റം റൊമാനിയയിലേക്ക് വന്നാൽ പോലും അത് കാരണം ഇവർക്ക് വലിയ രീതിയിലുള്ള ഉപയോഗം ഇല്ല.
പക്ഷേ വേറൊരു രീതിയിൽ യൂസ് ആകുന്നുണ്ട്. പൂർണ്ണമായും അവർക്ക് യൂസ് അല്ലെന്ന് പറയാനും സാധിക്കില്ല. ഏത് രീതിയിൽ യൂസ് ആകുമെന്ന് പറയാം. റഷ്യ ഉക്രൈനിലേക്ക് ഡ്രോൺസ് അടക്കം വലിയ രീതിയിൽ നടത്തുമ്പോൾ ഈ റൊമാനിയയുടെ എയർ സ്പേസിലേക്ക് ഒരുപാട് ഡ്രോൺസ് ചിലപ്പോൾ കടക്കാറുണ്ട്. 10-15 ഡ്രോൺസ് ഒക്കെ ചില സമയങ്ങളിൽ വരും. ചില മിസൈൽസ് ഒക്കെ അകത്ത് പോയ കഥകൾ പോലുമുണ്ട്. അപ്പോൾ ഇവർ ഒരു പേരിന് വേണ്ടി ഇവയൊക്കെ ഡിഫൻഡ് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനൊരു സിസ്റ്റം വാങ്ങുന്നു എന്ന് കണക്കിൽ പറഞ്ഞാൽ പോലും ഇത് റൊമാനിയയ്ക്ക് നൽകുന്ന സുരക്ഷയേക്കാൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉക്രൈന് നൽകുന്ന സുരക്ഷയായിരിക്കും ഇവിടെ അധികം. കാരണം ഇങ്ങനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുപോയി ഒഡീസയിൽ വയ്ക്കുകയാണ്, കീവിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഷീൽഡ് തന്നെ ക്രിയേറ്റ് ആകും. അപ്പോൾ പുറത്തറിയാത്ത രീതിയിൽ സീക്രട്ട് ആയിട്ടുള്ള പല ഡീൽസ് പാർട്ട്ണർ കൺട്രീസ് വഴി തന്നെ ചെയ്ത് അത് ഉക്രൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലികൾ അമേരിക്ക ഇപ്പോൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡീലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അയൺ ഡോമിൻ്റെ പ്രോജക്റ്റ്. എന്നാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലി ഒന്നും തന്നെ കമൻറ്റ് ചെയ്തിട്ടില്ല. റൊമാനിയയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഈ ഡീൽ ഫൈനലൈസ് ചെയ്യും. അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒഫീഷ്യലായി ഇസ്രായേൽ ഇതുവരെയും ഇതിനെക്കുറിച്ചൊരു കമൻറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അയൺ ഡോം സിസ്റ്റംസ് ഇവിടെ വരികയാണെങ്കിൽ അത് ഇസ്രായേൽ നേരിട്ട് നൽകിയതുപോലെ ആയിരിക്കില്ല. ഇവർ വാങ്ങി യൂസ് ചെയ്തിട്ട് പിന്നീട് ഷെയർ ചെയ്തതുപോലെ വരികയുള്ളൂ. എങ്ങനെയാണോ ആദ്യം പാട്രിയോട്ടിന്റെ കാര്യത്തിൽ ചെയ്തത്, അതായത് മറ്റ് രാജ്യങ്ങൾക്ക് നൽകി അവിടെ നിന്നും അവർക്ക് നൽകിയത്, അതുപോലൊരു കോൺസെപ്റ്റിലായിരിക്കും ഈ അയൺ ഡോം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയൺ ഡോം ഇൻ ഉക്രൈൻ ഇത് എത്രത്തോളം ഒരു വലിയ കവചമായി ഉക്രൈന് മാറും, അല്ലെങ്കിൽ ഇത് റഷ്യയെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ എന്ത് കരുതുന്നു? കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.